ജയിൽ അന്തേവാസികളുടെ വേതന വർധനവിൽ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ തീർക്കുന്നത് അനാവശ്യ വിവാദം. വർദ്ധിപ്പിച്ച വേതനത്തിലെ ഒരു നിശ്ചിത ശതമാനം ഇരകളുടെ കുടുംബങ്ങൾക്കും തടവുകാരുടെ കുടുംബാംഗങ്ങൾക്കും ജയിൽ ചെലവുകൾക്കും ചെലവാക്കുമെന്ന കാര്യം ബോധപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രമുഖ മാധ്യമങ്ങൾ പ്രചാരണം നടത്തുന്നത്. തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച ഉത്തരവ് പുറത്തിറക്കിയതിനു ശേഷം സർക്കാരിനെതിരെ വലിയ രീതിയിലാണ് മാധ്യമങ്ങൾ പ്രചരണങ്ങൾ നടത്തിയത്. നിലവിൽ വർദ്ധിപ്പിച്ച 620 രൂപ പൂർണ്ണമായും തടവുകാർക്ക് ലഭിക്കില്ല. പകരം കുറ്റകൃത്യങ്ങളിൽ ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്കും തടവുകാരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ വേതനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഈടാക്കും. ഭേദം ജയിൽ ആശാവർക്കർമാരെക്കാൾ കൂടുതൽ വേതനം തടവുകാർക്ക് എന്നിങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. ജയിൽ അന്തേവാസിയായ അനീഷ് കുമാർ എന്ന വ്യക്തിയാണ് തടവുകാരുടെ പ്രതിസന്ധികൾ കണക്കിലെടുത്ത് വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. തടവുകാരൻ അതിനകത്തേ ഉള്ളൂ, അതിനകത്ത് പറ്റിയ ജോലി. ഇപ്പോൾ അലർജി ഉള്ളവരുണ്ട്, മണ്ണിൽ തൊടാൻ അലർജി ഉള്ളവന് കൃഷിപ്പണിക്ക് പോകാൻ പറ്റില്ല. വെയിൽ കൊണ്ടാൽ അലർജി ഉള്ളവരുണ്ട്, തണുപ്പടിച്ചാൽ അലർജി ഉള്ളവരുണ്ട്, വിവിധങ്ങളായ രോഗങ്ങളുണ്ട്. ഇപ്പം നിലത്തിരുന്നാൽ കുത്തിയിരുന്ന് പണിയാൻ മേലാത്തവരുണ്ട്. സ്കിൽഡ് ജോലിയിൽ 620 രൂപ, സെമി സ്കിൽഡിൽ 560 രൂപ, അൺസ്കിൽഡിൽ 530 രൂപ എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്. തടവുകാരുടെയും ഇരകളാക്കപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങൾക്ക് ഇതുവഴി പരമാവധി ധനസഹായം ലഭ്യമാക്കാൻ സാധിക്കും. കൈരളി ന്യൂസ്, തൃശൂർ.